Good morning, all. എല്ലാവരും കയറുന്നുണ്ടോ? ഓക്കെ, നമുക്കൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ആരും ക്രിസ്മസ് ഒന്നും ആഘോഷിച്ചില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? അവധി ദിവസം കിട്ടിയോടുകൂടി എല്ലാ കാര്യങ്ങളും മറന്നു പോയോ? ഇൻട്രൊഡക്ഷന് അതില് അത്യാവശ്യം ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ? എല്ലാം കവർ ചെയ്തില്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ഫങ്ഷൻസ് മുതലാണ് എടുക്കേണ്ടത് അല്ലെ? ഓക്കെ, ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, നോക്കാം. ഫങ്ഷൻസ് അല്ലെ? നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് പ്രധാനമായിട്ടും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. We have already defined HRM. The definition of HRM is based on what managers do. The functions are performed by managers are common to all organizations. അതായത് നമ്മൾ കണ്ടു എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു അല്ലെ? വ്യത്യസ്ത വീക്ഷണകോണുകളിൽ ഓരോരുത്തരും എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കണ്ടപ്പോഴും നമ്മൾ അത്യാവശ്യം എന്താണ് ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എയിം ചെയ്തത് എന്താന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി അല്ലെ? അവിടെ മാനേജേഴ്സ് തീർച്ചയായിട്ടും അവിടെയുള്ള ഹ്യൂമൻ ബിഹേവിയർ അല്ലെ? ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതായത് ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമന്റെ ആ റിസോഴ്സസ് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളാണ് കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. The functions performed by managers are common to all organizations. Functions already എല്ലാം കവർ ചെയ്തു. അപ്പോ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് HRM ഫങ്ഷൻസിന്റെ definition of a personal management. Okay.
Okay, monitoring and maintaining ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഓക്കെ, നോക്കാം. ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ഈ ഒരു HRM ഫങ്ഷൻസ് അത് അവിടെ വരികയാണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? ഈ പിക്ചർ മുതലാണോ ഡെഫിനിഷൻസ് കവർ ചെയ്തതാണോ? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജറിയൽ ഫങ്ഷൻസ്. ഇല്ല. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത ക്ലാസ്സിൽ കയറുക കൊണ്ടാണ് അവിടെ ഇവിടെ വേദാന്തത്തെയും ഇതിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, നോക്കാം എന്താണ് ഡെഫിനിഷൻസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളത് നോക്കാം. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? ഇസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് that deals with the recruitment, hiring, staffing, development and compensation of the workforce and their relations with the organization to achieve the organization objectives. എന്താണ് ഈ ഫങ്ഷൻസിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് തീർച്ചയായിട്ടും എന്താണ് ഓരോ ഹ്യൂമൻ ബീയിങ്ങിന് അല്ല അവിടെ ഒഴിവുകൾ വരുന്നത് അനുസരിച്ചിട്ടുള്ള പ്ലാനിങ് വേണം, സ്റ്റാഫിങ് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തേണ്ടതുണ്ട്. ദെൻ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ അവിടെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് എംപ്ലോയിയും എംപ്ലോയറും അല്ലെങ്കിൽ യൂണിയൻ അവിടെയുള്ള എല്ലാവരുമായിട്ട് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഓർഗനൈസേഷനിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് പ്രധാനമായിട്ടുള്ള ആവശ്യമാണ് അല്ലെ. അപ്പൊ ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതും നമ്മള് കണ്ടായിരുന്നോ അല്ലെ? പ്രധാനമായിട്ടും ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ എല്ലാ റോളുകളും പേഴ്സണൽ മാനേജറിന്റെ ഇതിലായിരിക്കും. അതേസമയം വലിയ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ നമുക്കറിയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ദാറ്റ് ഡീൽസ് വിത്ത് ദ റിക്രൂട്ട്മെന്റ്, ഹയറിംഗ്, സ്റ്റാഫിംഗ്, ഡെവലപ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് ആൻഡ് റിലേഷൻ വിത്ത് ദ ഓർഗനൈസേഷൻ അല്ലെ. നേരത്തെ പറഞ്ഞ ഈ ഫങ്ഷൻസ് എല്ലാം തന്നെ ആര് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു? പേഴ്സണൽ മാനേജർ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലെ. റിക്രൂട്ട്മെന്റ് നടപടി എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു വേക്കൻസി വരികയാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുന്നതിനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കാൻ അല്ലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടപടികൾ, ഹയറിംഗ് നമുക്കറിയാം അവരെ സെലക്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലെ. അവർ വിളിച്ചതിന് ശേഷം അവർക്ക് നമുക്കറിയാം നല്ല സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് അവർക്ക് എന്താണ് നല്ലൊരു പ്ലേസ്മെന്റ് അല്ലെ അവൈലബിൾ ആക്കുന്നു. അതിനെ സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ നടത്തിയതിനു ശേഷം നമുക്കറിയാം അവരുടെ നോളജും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് മാത്രമല്ല ആ ഓർഗനൈസേഷന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ ആ പേഴ്സണെ അതിന് ആ ഒരു പേഴ്സണെ കൈകാര്യം ചെയ്തെടുക്കാൻ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് കോമ്പൻസേഷനും മറ്റേതെങ്കിലും ബെനിഫിറ്റ്സ് അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള അതർ ബെനിഫിറ്റ്സുകളൊക്കെ പാക്കേജുകളൊക്കെ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇതെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോയാലാണ് ആ ഒരു ഓർഗനൈസേഷൻ അതിന്റെ എയിം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ബെറ്റർ റിലേഷൻഷിപ്പും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? പേഴ്സണൽ മാനേജർ തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. Then the primary function of the personal management are divided into two categories. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം പ്രധാനമായിട്ടും ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജറിയൽ ഫങ്ഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഫസ്റ്റ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ആ ഒരു ഇൻട്രോയില് പറയുന്നത് എന്താന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇപ്പോ ഒരു പേഴ്സൺ അല്ലെ പേഴ്സണൽ മാനേജറാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് രണ്ട് തരത്തിലാണ് ആ ഒരു പ്രൈമറി ഫങ്ഷൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഓർത്ത് വെക്കുക. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ പേഴ്സണൽ മാനേജറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്, ദെൻ നെക്സ്റ്റ് വൺ മാനേജറിയൽ ഫങ്ഷൻസ്. Okay, then operative functions എന്താന്ന് നോക്കാം. The activities that are concerned with the procurement, development, compensation, job evaluation, employee welfare, utilization, maintenance and collective bargaining. Okay,
അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം പലതരത്തിലുള്ള ഫങ്ഷൻസ് എന്നുള്ളത് പറഞ്ഞു അല്ലെ. ഇവിടെ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ റുട്ടീൻ ആയിട്ട് നടന്നു അല്ലെ, അവിടെ പ്രവർത്തന സജ്ജമായിട്ട് തന്നെ പോകേണ്ട കുറെ കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനെ അത് ഇവാലുവേറ്റ് ഒക്കെ ചെയ്തതിനു ശേഷം അല്ലെ, അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവരുടെ സ്കിൽ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്തെടുക്കാം. നമുക്കറിയാം അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വേണ്ടി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ അല്ലെ, അവരുടെ ചിലപ്പോൾ അഡീഷണൽ സാലറി കൂട്ടി കൊടുക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ പ്രത്യേകമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന എന്തെങ്കിലും കോമ്പൻസേഷൻ പാക്കേജുകൾ കൊടുക്കുകയായിരിക്കും. എനിവേ എന്തായാലും അവരുടെ പ്രവർത്തന സജ്ജമായ ആ ടൈമിൽ തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ദെൻ ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ജോലി പ്രസന്റില് അവര് നടത്തിക്കൊണ്ട് പോകുന്ന ടൈമിൽ അല്ലെ, ഏതൊരു ഇപ്പൊ ക്ലർക്കായിരിക്കാം അതല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം, അവര് ആ പ്രവർത്തനത്തിനോടൊപ്പം ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. എംപ്ലോയി വെൽഫെയർ, യൂട്ടിലൈസേഷൻ, മെയിൻ്റനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ്. ഇൻ കേസ് നമുക്കറിയാം അവിടെ എംപ്ലോയിക്ക് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ കാര്യക്ഷമമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ഒരു പുതിയൊരു മെഷീൻ ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിലാണ് അവരുടെ പ്രവർത്തനങ്ങളെ വാലിഡേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് പകർന്നു കൊടുക്കണം, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. അത് പ്രവർത്തനാത്മകമായിട്ടുള്ള ആ ടൈമിലാണ് അറേഞ്ച് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് ഫങ്ഷൻസ് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ വരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാനേജീരിയൽ ഫങ്ഷൻസ്. മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അല്ലെ, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെ തീരുമാനമെടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഏത് തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ നിയമിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത്, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ആസൂത്രണം ചെയ്യുക എന്നുള്ള പ്ലാനിങ് ഫംഗ്ഷൻ. ദെൻ ഓർഗനൈസിങ്, ഓക്കെ, അതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കാം. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നേരിട്ട് പോയി തന്നെ അവിടെ റിക്രൂട്ട്മെന്റ് അല്ലെ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ വഴി നടത്താം, അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വഴി, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഇവരെയൊക്കെ സംഘടിപ്പിക്കാം അല്ലെ. ഈ ഒരു പരിപാടി അല്ലെ, ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാം. അത്തരത്തിലുള്ള ഓർഗനൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഡയറക്റ്റിംഗ്, നമുക്കറിയാം ഒരു ഡയറക്ഷൻ കൊടുക്കണം അല്ലെ, ഒരു കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഏത് രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെ, ഏത് രീതിയിൽ തന്നെയാണ് ആസൂത്രണം ചെയ്യേണ്ടത് എന്നൊക്കെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലെയാണ് ചിന്തിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും അവിടെ എംപ്ലോയീസ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളവരെ ചിന്തിക്കും ഓക്കെ അവരെ കുറച്ചും കൂടി മാക്സിമം എഫേർട്ട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള തിങ്കിങ് ഒക്കെ നടത്തുന്നത് എവിടെയായിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിരിക്കും അല്ലെ. അവരതനുസരിച്ചിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാത്തവരെ എന്തെങ്കിലുമൊക്കെ അവരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെ, സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ്. പിന്നെ അവരെല്ലാം നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുമ്പോഴും എല്ലാം അല്ലെ പ്രവർത്തന സജ്ജമാക്കി മുന്നോട്ട് പോകുമ്പോഴും അവിടെ ഒരു ഏകോപനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഏകോപന ഫങ്ഷൻസ് ചിലപ്പോഴെങ്കിലും വിവിധ ബ്രാഞ്ചുകളിലൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ അറേഞ്ച് ആലോചിച്ച് ഉറപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്തായാലും നമുക്കറിയാം ഏത് ബ്രാഞ്ച് ആണെങ്കിലും ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തം ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഏകോപിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കോർഡിനേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ്, മാനേജീരിയൽ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തെന്ന് വിശേഷിക്കാം, മാനേജീരിയൽ ഫങ്ഷൻസ്. Okay, about planning, organizing, directing, motivation, control and coordination are the basic managerial activities performed by personnel management. തീർച്ചയായിട്ടും പ്രവർത്തന സജ്ജമായിട്ടുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ചലിക്കുന്ന തീരുമാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഓപ്പറേറ്റീവ് ഫങ്ഷൻസും ഉണ്ട്. അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അല്ലെ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള മാനേജറിയൽ ഫങ്ഷൻസും ഹാൻഡിൽ ചെയ്യുന്നത് ആര് തന്നെയാണ്, പേഴ്സണൽ മാനേജറാണ്. ഓക്കെയാണോ?
ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ലാസ്റ്റ് സെന്റൻസിലേക്ക് നോക്കാം. The management has been suppressed by human resource management as the development of the technology has taken place and the human are replaced by machines. ഓക്കെ, അത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഇവിടെ ടെക്നോളജിക്ക്. ഓക്കെ, എനിവേ നമുക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ മൈൻഡിലേക്ക് അതെല്ലാം ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോ നോക്കാം. The management has been suppressed by human resource management as the development of the technology has taken place. ഓക്കെ, നമുക്കറിയാം അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ, ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സിന് ഇച്ചിരി പ്രാധാന്യമുണ്ട് അല്ലെ. അവിടെ നമ്മൾ കണ്ടായിരുന്നു, ഏതൊരു മെഷീൻ ആണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലെ. അവിടെ ഹ്യൂമൻ ബീയിങ് ഇല്ലാതെ ഏതൊരു മെഷീനും അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാനേജ്മെന്റ് ഹാസ് ബീൻ സപ്രസ്ഡ് ബൈ ഹ്യൂമൻ റിസോഴ്സസ്. അതായത് റിസോഴ്സ് മാനേജ്മെന്റ് ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം മെഷീനിലേക്ക് ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തതനുസരിച്ചിട്ട് അതും റീപ്ലേസ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. സോ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്, മാനേജറിയൽ ഫങ്ഷൻസ്, അതേപോലെ തന്നെ മെഷീൻ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യകതയും കൂടിയുണ്ട്. Then human resource management is that the specialized and organized branch of management which is concerned with the acquisition, the maintenance, the development, the utilization and the coordination of people at work in such a manner that they will give their best to the enterprise. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താണ് പേഴ്സണൽ മാനേജറിന്റെ ഒരു ഡ്യൂട്ടിയിലാണ് ഇത്രയും ഡിസ്കഷൻ ഒക്കെ നടന്നത്. നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ നമ്മൾ ഒരുപാട് ടെക്നോളജി, ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ അവിടെ യൂട്ടിലൈസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് വിങ് ആയിട്ട് തന്നെയായിരിക്കും HRM ഡിപ്പാർട്ട്മെന്റ് വിങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും പേഴ്സണൽ മാനേജർ എന്താണോ ചെയ്തത് അതെല്ലാം തന്നെ ആരാണ് ആ ഒരു HRM ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യും. സോ നോക്കാം, അവിടെ തീർച്ചയായിട്ടും ഇതിലും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. വിച്ച് ഇസ് കൺസേൺഡ് വിത്ത് അക്വിസിഷൻ, മെയിന്റനൻസ്, ഡെവലപ്മെന്റ്, യൂട്ടിലൈസേഷൻ and coordination of the people at work in such a manner that they will give their best to enterprises. Okay, ആ ഒരു എന്റർപ്രൈസസ് ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസ് അല്ലെ, അവര് നന്നായിട്ട് നല്ല രീതിയിൽ നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾസിനെയാണ് വേക്കൻസിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് നേടിയെടുക്കേണ്ടത്. ദെൻ അവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ നല്ല യൂട്ടിലൈസേഷൻ ഒക്കെ അല്ലെ, നല്ല എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസേഷൻ ഒക്കെ നടത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി തന്നെയാണ് HRM ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. Then it refers to a systematic function of a planning for the human resource needs and demands selection, training, compensation and performance appraisal to meet those requirements. നമുക്കറിയാം ഈ ഒരു ആവശ്യകത അല്ലെ, നല്ല രീതിയിൽ ആ ഒരു എന്റർപ്രൈസസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെ, അത് മീറ്റ് ചെയ്യുന്നതിന് നമുക്കറിയാം നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പഠിച്ച് ഓക്കെ ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം നല്ല ബിഹേവിയറൽ ആയിട്ടുള്ള സെൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയറൽ സെൻസസ് ആണ് അല്ലെ നമുക്കറിയാം ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനുള്ളത്. ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരാളുടെ വ്യക്തിത്വമായിരിക്കും മറ്റൊരാൾക്ക് ഉണ്ടാവുക അല്ലെ. പേഴ്സണലി അവർ ഡിഫറെന്റ് ആണ്. ഒരുപക്ഷെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആണ് എങ്കിലും നമുക്കറിയാം ചിലര് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവും, ചിലര് പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരുണ്ടാവാം അല്ലെ, ചിലര് വളരെ സമയം എടുത്തിട്ടാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാവാം, ചിലരൊക്കെ നല്ല അല്ലെ. അപ്പൊ നമുക്കറിയാം ഓരോ വ്യക്തികളുടെയും ആ പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങള് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്കറിയാം പലതരത്തിലൊരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് ആ ഒരു പേഴ്സൺസിനൊക്കെ അവിടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഒരു ഫിഫ്ത്ത് എന്താണ് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടാവാം, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എനിവേ അതില് പ്രധാനമായിട്ടും ആ ഓർഗനൈസേഷനിൽ ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവരെ ഓരോരോ കാര്യങ്ങളിലേക്കൊക്കെ തരംതിരിച്ചു വരുന്നത്. ഇപ്പൊ നമുക്കൊരു കേസ് ഒരു ഹോസ്പിറ്റൽ മാനേജ് ഹോസ്പിറ്റലിലാണെങ്കിലൊക്കെ ഒരുപാട് നഴ്സുമാരുണ്ട്.
ഓക്കെ. പക്ഷെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, എമർജൻസി ഉണ്ട്, കാഷ്വാലിറ്റി, അതേപോലെ തന്നെ എന്താണ് മോർച്ചറി ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫീൽഡുകളും ഉണ്ട് അല്ലെ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. മിക്കവാറും നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളെ നേഴ്സ് അല്ലെ, നേഴ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറൈസ് ആണ്. പക്ഷെ ഓരോ പേഴ്സൺസിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു എഫിഷ്യൻസി അല്ലെ, അത് മനസ്സിലാക്കിയിട്ടാണ് അവർ ഓരോ തലങ്ങളിലേക്കൊക്കെ നിയമനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. സോ മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺസിനൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അതനുസരിച്ചിട്ട് ആസൂത്രണം ചെയ്ത് അതനുസരിച്ചിട്ടുള്ള സെലക്ഷൻ നടത്തി ട്രെയിനിങ് കൊടുത്ത് അവർക്ക് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തു നല്ല മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്, HR ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. അതിൽ നമ്മൾ കണ്ട ആ ഒരു പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, ഇവാലുവേറ്റിംഗ്, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, എൻഷറിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, മാനേജിങ് ചാർജ് അല്ലെ, ചേഞ്ചിങ് അല്ലെ, ചേഞ്ചസ്, അതെല്ലാം തന്നെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ എടുത്ത് കാണിക്കുന്നു. നമുക്കറിയാം അല്ലെ, അവിടെ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്യുന്ന നല്ല രീതിയിൽ ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും അല്ലെ ഓരോ വേക്കൻസി അനുസരിച്ചിട്ട് അവിടെ എംപ്ലോയീസിനെ കുറിച്ചിട്ട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റാഫിംഗ് നടത്തുന്ന പ്രോസസ്സ്, then അവരുടെ ഡെവലപ്മെന്റ് പ്രോസസ്സ്, then അവരെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുന്ന പ്രോസസ്സ്, എന്താണ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്. ഓക്കെ. നല്ല രീതിയിൽ തന്നെ ബെറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ സൂക്ഷിച്ചാലാണ് നമുക്കറിയാം സ്ട്രൈക്കും ലോക്കൗട്ടുകളും ഇല്ലാതെ തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ എല്ലാ രീതിയിലും മൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻഷുറിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെ, അവിടെ അതേമാതിരി തന്നെ നമുക്കറിയാം എന്ത് അല്ലെ, മെഷീനാണെങ്കിലും എല്ലാത്തിനും നല്ല സേഫ്റ്റി ഉണ്ട് അല്ലെ. പ്രധാനമായിട്ട് നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്ങിന്റെ ആണ് നമ്മൾ കൂടുതലായിട്ട് HR ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നത്. സോ അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ദെൻ മാനേജിങ് ചേഞ്ച്. ഓക്കെ. നമുക്കറിയാം വരുന്ന ഏത് വെല്ലുവിളിയും അല്ലെ അത് ഉൾക്കൊള്ളാനും അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത അത് കൈകാര്യം ചെയ്തെടുക്കേണ്ടതും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ്, നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിൽ പെടുന്നതാണ്. ഓക്കെ. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് ജോബ്. ഓക്കെ. നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. അവിടെ ആ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു എംപ്ലോയി അല്ലെ റൈറ്റ് വേക്കൻസിയിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ തന്നെ കണ്ടെത്തണം അല്ലെ. എന്താണോ വേക്കൻസി, ഒരു ടെക്നീഷ്യന്റെ വേക്കൻസി ആണ്, അത് ഏത് തരത്തിലുള്ള ടെക്നീഷ്യനാണ് വേണ്ടത് അല്ലെ, അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തണം. തീർച്ചയായിട്ടും നമുക്കറിയാം അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ. അതായത് റിക്രൂട്ട്മെന്റ് എന്താണ് വേക്കൻസി എന്ന് മനസ്സിലാക്കുക, അത് റിക്രൂട്ട്മെന്റ് തരങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണോ അല്ലെങ്കിൽ പ്രൊമോഷൻ കാറ്റഗറൈസ് ചെയ്തിട്ടാണോ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതൊക്കെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ. നമുക്കറിയാം പ്രൊമോഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. തീർച്ചയായിട്ടും പതിയെ പഠിച്ചു പോകും. ചെറിയ അല്ലെ മേൽത്തട്ടിലൊക്കെ എന്തെങ്കിലും വേക്കൻസികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ പ്രാപ്തരായവരുണ്ടോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടോ എന്ന് ആദ്യം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് റിക്രൂട്ട്മെന്റ് തലങ്ങളിലേക്ക് പോവുക അല്ലെ. അപ്പൊ അങ്ങനെ റിക്രൂട്ട്മെന്റ് തലങ്ങളിൽ നമ്മൾ നടത്തുമ്പോൾ ഏത് തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടത്തണം എന്നൊക്കെ ആലോചിക്കും. ദെൻ അതനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടത്തും. ദെൻ അതിനുശേഷം നമുക്കറിയാം സെലക്ഷനും ഇന്റർവ്യൂവും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഒരു നല്ല അനുയോജ്യനായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടക്ട് അല്ലെ അവിടെ സെലക്ട് ചെയ്ത് അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. സോ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് ജോബ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് യൂട്ടിലൈസിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് വേ. ഓക്കെ. നമുക്കറിയാം അത് നല്ല രീതിയിൽ ക്രിയാത്മകമായ രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിലാണ് റൈറ്റ് പേഴ്സണെ തന്നെ നമുക്ക് അല്ലെ സെലക്ട് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. മോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് അല്ലെ, നല്ല എഫിഷ്യന്റ് അല്ലെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സണെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കവേഴ്സ് എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഇൻക്ലൂഡ്സ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഒരുപാട് ആക്ടിവിറ്റീസ് HR ഡിപ്പാർട്ട്മെന്റിൽ എടുത്ത് പറയുന്നുണ്ട്.
employment, employee services, recruitment and selection, training and development, education, salary and wages, industrial relations, health and safety, working conditions, appraisal and assessment. ഇതെല്ലാം തന്നെ നമുക്കറിയാം ഒരു തൊഴിലാളികളെ കണ്ടെത്തുക എന്നുള്ള വലിയൊരു പ്രോസസ്സ്, അത് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ നടത്തുന്ന ഒരു തൊഴില്. എന്താണ് തൊഴിൽ? ചിലപ്പോൾ ആണെങ്കിൽ പുതിയൊരു സ്ഥാപനമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം പുതിയ പുതിയ തൊഴിലുകൾ രൂപീകരിച്ചാണ് വരുന്നത് അല്ലെ. ആദ്യം ചിലപ്പോൾ ആണെങ്കിൽ ആ ഒരു സ്ഥാപന സ്റ്റാർട്ടിങ്ങിൽ ഒരു കുറച്ച് നിശ്ചിത തൊഴിലാളികളായിരുന്നു. ദെൻ വീണ്ടും അത് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും അഡീഷണൽ ആയിട്ടുള്ള വേക്കൻസികളും അത് കണ്ടെത്തിയിട്ട് അവിടെ അല്ലെ തൊഴിലാളികളെ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം എംപ്ലോയീസിനെ ആ തൊഴിൽ കണ്ടെത്തുന്നു, അവരെ നിയമനങ്ങളൊക്കെ നടത്തുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാക്കുക, റിക്രൂട്ട്മെന്റ് നടപടികളിലൂടെയൊക്കെ തൊഴിലാളികളെ കണ്ടെത്തുക, അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ കൊടുക്കുക. ദെൻ എഡ്യൂക്കേഷൻ, തീർച്ചയായിട്ടും എംപ്ലോയീസിന് അവരുടെ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം അനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ പ്രദാനം ചെയ്യേണ്ടതുണ്ടാവാം. ദെൻ സാലറി ആൻഡ് വേജസ്, നമുക്കറിയാം കറക്റ്റ് ആയിട്ട് അനുയോജ്യമായിട്ടുള്ള സാലറി അല്ലെങ്കിൽ വേജസ് ഒക്കെ കൂലി അല്ലെ അവരുടെ ശമ്പളമൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമാണ് പേഴ്സൺസ് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, എംപ്ലോയി സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും അവര് ഈ കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാലറി ഒക്കെ ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. ദെൻ ഇൻഡസ്ട്രി റിലേഷൻസ്, ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും തൊഴിലുടമ തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധം വേണം. ഇൻ കേസ് യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധം വേണം അല്ലെ. നമുക്ക് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലൊക്കെയാണ് അതിനുള്ള അനുമതിയൊക്കെ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. ദെൻ അതേപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ്, തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എംപ്ലോയീസിനെ ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. അതേമാതിരി തന്നെ അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെ. തീർച്ചയായിട്ടും ഇൻ കേസ് നമുക്കറിയാം യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുത്തില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ഇൻകിലാബ് വിളിച്ചു വരും അല്ലെ. അപ്പൊ അതൊന്നും വരാത്ത തരത്തില് അവരുടെ ഹെൽത്ത് ആൻഡ് അല്ലെ അവരുടെ ആ ഹെൽത്തിനൊക്കെ പ്രൊട്ടക്ട് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പോകേണ്ടതുണ്ട്. ദെൻ അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്, തീർച്ചയായിട്ടും എംപ്ലോയീസ് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ. അവർക്ക് കോമ്പൻസേഷനോ അവാർഡുകളോ എന്തെങ്കിലുമൊക്കെ അനുകൂലമായിട്ടുള്ള അല്ലെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവർക്ക് ഇൻഡസ്ട്രീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. സോ അവരെ വിലയിരുത്തണം. അവർ ഇൻ കേസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അപ്രൈസൽ അവർക്ക് കൊടുക്കണം. ഈ വിലയിരുത്തലൊക്കെ നടത്തിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അൺസാറ്റിസ്ഫൈ, ഓക്കെ ഞാൻ എത്ര അധ്വാനിച്ചാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ, അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ അധ്വാനിക്കുന്നേ ഉള്ളൂ അല്ലെ, എനിക്ക് നിശ്ചിത സാലറി കിട്ടുന്നുള്ളൂ. സോ അവരെന്ത് ചെയ്യും? മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതെ വരും അല്ലെ. അവരുടെ അവരുടെ റിസോഴ്സസ് ആയിട്ടുള്ള ആ ഹ്യൂമൻ റിസോഴ്സസ് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതെ വരും. സോ അവർ മാക്സിമം ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള അപ്രൈസൽ കാര്യങ്ങൾ നടത്തിയിട്ട് അല്ലെ അവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള. സോ ഇത്തരം കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. Then വീണ്ടും the following are the major difference between personal management and human resource management പറയുന്നുണ്ട്. അപ്പോ മനസ്സിലാക്കിയ അല്ലെ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് പേഴ്സണൽ മാനേജർ ചെയ്ത്. അതെ, മാക്സിമം അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കുക ചെറിയ ചെറിയ ഫേമുകളൊക്കെ ആണെങ്കിൽ ഒരാള് ഒരു റോളായിരിക്കും അല്ലെ, അദ്ദേഹം തന്നെയായിരിക്കും മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആവർത്തിച്ചു വരുന്നത്. ഓക്കെ ആണോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെയാണ്. വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
അല്ലേ? അന്വേഷിക്കട്ടെ. അല്ലേ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഹ്യൂമൻ ബീയിങ് ആണ് അവരെ കൊണ്ട് അല്ലെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി. നമുക്കറിയാം ടെക്നോളജി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാലഘട്ടത്തില് ഹ്യൂമൻ ബീയിങ്ങിനെ കൊണ്ട് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് അവര് പ്രോഫിറ്റ് നേടിയെടുക്കുന്നത്. സോ അവരെ കൺട്രോൾ ചെയ്യുക, അവരെ നിയമനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ വീണ്ടും നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എത്ര ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും അവിടെ ഒരു ഹ്യൂമൻ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സോ അവിടുത്തെ ഹ്യൂമൻ ബീയിങ്ങിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ആവശ്യമാണ് അല്ലെ. പണ്ട് കാലത്ത് ഹ്യൂമൻ ബീയിങ്ങിന്റെ വളരെയധികം അല്ലെ ഒരുപാട് തൊഴിലാളികൾ ആണ് നമുക്കറിയാം, അവരെ തൊഴിലാളികളെ കൊണ്ട് തന്നെ പണിയെടുപ്പിച്ചിട്ടാണ് അവർക്ക് നിന്നും ലാഭം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ എന്താണ് മാനേജർ അവരെന്ന് ഡയറക്റ്റ് ചെയ്യുക അല്ലെ, അവരൊന്ന് കൺട്രോൾ ചെയ്യുക, നമുക്ക് ഇങ്ങനെ ചെയ്യണം അല്ലെ, ഈ രീതിയിലൊക്കെ പണിയെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ. അതല്ലെങ്കിൽ ആ ഒരു എംപ്ലോയറുമായിട്ട് ഇൻ കേസ് ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് എംപ്ലോയറുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ യൂണിയന്റെ ഒക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ എംപ്ലോയറിനെ അത് മനസ്സിലാക്കി കൊടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് പോവുക എന്നൊക്കെയുള്ള ഒരു ഇടനിലക്കാരന്റെ ഡ്യൂട്ടിയാണ് എന്താണ് പേഴ്സണൽ മാനേജറിനും ഉണ്ടായിരുന്നത്. നവ ഡേയ്സിൽ നമുക്കറിയാം അങ്ങനെ ഒരു കാര്യമല്ല അല്ലെ, കുറച്ചും കൂടി മെഷീൻ ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ അതിനെ അല്ലെ കൈകാര്യം ചെയ്യുന്നതിന് എംപ്ലോയിയുടെ ആവശ്യം കൂടുതലാണ്. നല്ല രീതിയിൽ തന്നെ എംപ്ലോയി സാറ്റിസ്ഫൈഡ് തന്നെ ആയിട്ട് നിലനിർത്തിയില്ലെങ്കിൽ കമ്പനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. സോ ഓരോ എംപ്ലോയീസിനെയും കുറിച്ചിട്ടും നല്ല രീതിയിൽ പഠിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഡിഫറൻസ് തന്നെയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത്. നോക്കാം, പേഴ്സണൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് വർക്ക് ഫോഴ്സ് വിത്തിൻ ദ എന്റർപ്രൈസ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു എന്റർപ്രൈസിലുള്ള തൊഴിലാളികളെ, ആ മൂല്യശക്തിയെ കൈകാര്യം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരുന്നത്. The human resource management which focuses on the best possible use of the enterprise's manpower. Okay, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്താ കൈകാര്യം ചെയ്തത്, ഏറ്റവും നല്ല രീതിയിൽ അവിടെയുള്ള എംപ്ലോയീസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെ, അതിനെ കുറിച്ചിട്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പഠിച്ചിട്ടാണ് കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അതായത് നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ചേഞ്ചസ് വരാം. ചേഞ്ചസ് വരുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള ഹ്യൂമൻ ബീയിങ് അതിനോടൊപ്പം തന്നെ പൊരുത്തപ്പെട്ട് പോകണം. ഓക്കെ, അപ്പൊ അതിന് അനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ആ ബിസിനസ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലെ, ആ ബിസിനസ്സിന് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള അല്ലെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ ആ ബിസിനസ് അവിടെ കൂട്ടിപ്പോകേണ്ട അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോഴുള്ള പ്രത്യേകത. സോ അതനുസരിച്ചിട്ട് തന്നെ ഹ്യൂമൻ ബീയിങ്ങിനെയും അവിടെയുള്ള എംപ്ലോയീസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ ബെസ്റ്റ് പോസിബിൾ യൂസ് അല്ലെ, ഏത് രീതിയിലാണ് ആ എന്റർപ്രൈസിലെ എംപ്ലോയീസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ട് അവരെ ഫോക്കസ് ചെയ്ത് അല്ലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ കൈകാര്യം ചെയ്യുന്നത്. Then human resource management is the advanced version of a personal management. Okay, നമുക്ക് ക്ലിയർ ആണ്, പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് പേഴ്സണൽ മാനേജർ ചെയ്ത അതേ ഡ്യൂട്ടിയിൽ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും കൈകാര്യം ചെയ്യുന്നത്. സോ പക്ഷെ ഇച്ചിരി കൂടി വ്യത്യസ്തതയുള്ളത് നമുക്കറിയാം നവ ഡേയ്സിലുള്ള ടെക്നോളജിന്റെ അനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്കറിയാം അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ തൊഴിലാളികൾ ആ കമ്പനി വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ നല്ല നല്ല തൊഴിലാളികൾ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ഇൻ കേസ് നമുക്കറിയാം ആ പുതിയ വരുന്ന ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒന്നും അവർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാം ബിസിനസ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ. പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് എ ടൂൾസ്
or machines which, whereas the human resource management views it is an important asset of the organization. Okay, പഴയ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ് ആണല്ലോ അല്ലെ, അവിടെ മെഷീൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ വർക്കേഴ്സ് തന്നെയാണ് ആ ഒരു അല്ലെ അവരുടെ പ്രവർത്തനമാണ് എന്ന് പറയുന്നത് അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അവരൊരു ടൂൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ നവഡേയ്സ് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വ്യൂസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് അസറ്റ് അല്ലെ, ഓർഗനൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട അസറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് വർക്കിംഗ് അല്ലെങ്കിൽ അല്ലെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓർഗനൈസേഷന് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കാതെ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ് ആയിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. വീണ്ടും ഡിസിഷൻ മേക്കിംഗ് ഈസ് സ്ലോ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അദ്ദേഹത്തിന് അല്ലെ ഒരു മാനേജർക്ക് പേഴ്സണൽ മാനേജർക്ക് പെട്ടെന്ന് ഒരു തീരുമാനം ഒന്നും എടുത്തു അവിടെ അഡോപ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. എംപ്ലോയറിന്റെ പെർമിഷൻ ഒക്കെ കിട്ടിയതിനു ശേഷം മാത്രമാണ് ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതേസമയം ഇപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അതിനുള്ള അധികാരങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അല്ലെ. അവര് തന്നെ ഇവിടെ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് അവർക്ക് അനുസരിച്ചിട്ടുള്ള നടപടികൾ അല്ലെ തീരുമാനങ്ങളൊക്കെ അവരാണ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം പെർമിഷൻ ഒരുപക്ഷെ എംപ്ലോയറുടെ സാന്നിധ്യത്തിൽ ചിലപ്പോൾ പെർമിഷൻ കിട്ടിയെന്ന് അല്ലെ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പവർ ഹാൻഡിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. സോ ക്വിക്കായിട്ട് തന്നെ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് decision making is slow in personal management but the same in comparatively fast in human resource management. Then personal management, there is a piecemeal distribution of initiatives. Our integrated distribution of initiatives is there in the human resource management. Okay, അതായത് നമുക്കറിയാം വലിയ പ്രത്യേകിച്ച് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് തീരുമാനങ്ങളൊന്നും പ്രത്യേകമായിട്ടൊന്നും അല്ലെ അവിടെ എംപ്ലോയർ തന്നെയായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. അതേസമയം നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനിഷ്യേറ്റീവ്സ് അല്ലെ. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പവറുകളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അവരെല്ലാം തന്നെ അവിടെ കൂട്ടി യോജിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും HR ഡിപ്പാർട്ട്മെന്റൊക്കെ പെട്ടെന്ന് അർജന്റലി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെ. നമ്മുടെ കേസിൽ നമുക്കറിയാം നമുക്ക് അല്ലെ നെറ്റിന്റെയും കാര്യങ്ങളിലൊക്കെ ഉപയോഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തല്ലേ ഓരോ ബാച്ചിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ദെൻ അവരുടെയൊക്കെ ഓരോ തീരുമാനങ്ങളൊക്കെ ഒന്നിച്ച് കൂട്ടിച്ചേർത്തിട്ടൊക്കെയാണ് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. സോ ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനിഷ്യേറ്റീവ്സ് is there in a human resource management. Then next ഓക്കെ, പീസ്മീൽ എന്ന് പറയുന്നത് മന്ദഗതി എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? മന്ദഗതിയിൽ എന്നുള്ളത് അതായത് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അതേസമയം ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവിധ ബ്രാഞ്ചുകളിലൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ ആയിരിക്കും HR ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. In personal management, job design is primarily based on a division of work, while in the case of human resource management, employees are divided into groups or teams for performing any task. Okay, നമുക്കറിയാം അവിടെ ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെ, വർക്കിന്റെ ബേസിലാണ് അവിടെ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് വർക്കേഴ്സിനൊക്കെ
ഓരോരോ വർക്കുകളൊക്കെ അതിനനുസരിച്ചിട്ടാണ് അവരുടെ എംപ്ലോയീസിനൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എംപ്ലോയീസ് ആർ ഡിവൈഡഡ് ഇൻടു ഗ്രൂപ്പ്സ് ഓർ ടീംസ് ഫോർ പെർഫോമിംഗ് എനി ടാസ്ക് അല്ലെ. എത്ര രീതിയിൽ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓക്കെ നമുക്കറിയാം അവരെ നമ്മളിപ്പോ കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത് തീർച്ചയായിട്ടും അവർ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് അവർക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടൊക്കെയാണ് അവര് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നത്. സോ എന്താണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എംപ്ലോയീസ് ആർ ഡിവൈഡഡ് ഇൻടു ഗ്രൂപ്പ്സ് ഓർ ടീംസ് ഫോർ പെർഫോമിംഗ് എനി ടാസ്ക്. Then next പറയുന്നത് in personal management the agreements are based on a collective bargaining with the union leader. Conversely in HRM there is no need for collective bargaining as individual contracts exist with each employees. Okay, നമുക്കറിയാം ചിലപ്പോ അല്ലെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എംപ്ലോയീസ് കൂടുതൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. അല്ലേ? അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എന്താ പ്രത്യേകത നമുക്കറിയാം. എംപ്ലോയീസ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കൂലിയൊന്നും കൊടുക്കാതെ വരും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് അവര് യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്യും. അതായത് ഞങ്ങൾക്ക് മതിയായ കൂലിയൊന്നും തരുന്നില്ല അല്ലെ, നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര സമയം നമ്മളെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് അല്ലെ നമ്മുടെ എഫേർട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവര് ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെ തൊഴിലുടമയായിട്ട് വിലപേശനായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ അവർ വരുന്നു. ദെൻ അവിടെ ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു എഗ്രിമെന്റ് ഒക്കെ വരുന്നു അല്ലെ. എന്തെങ്കിലും ഒരു കരാർ അടിസ്ഥാനത്തിലാണ് അവർക്ക് കൂലിയൊക്കെ ലഭ്യമാകുന്നത്. Then in HRM, there is no need for collective bargaining as individual contract executed with each employee. അല്ലെ ഓരോ എംപ്ലോയി നമുക്കറിയാം ചില കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വർക്ക് ചെയ്യാൻ തന്നെ വരുന്നത് അല്ലെ. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ന അഗ്രിമെന്റിന്റെ ബേസിൽ ഇന്നാലെ ഇത്ര സാലറി ഇത്രയും അവേഴ്സ് ഇത്രയും അല്ലെ ഇങ്ങനെ ലഞ്ച് ബ്രേക്ക് ഇതെല്ലാം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ആപ്ലിക്കേഷൻസ് വരെ സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. റിക്രൂട്ട്മെന്റ് ടൈമിലൊക്കെ അവിടെ കൃത്യമായിട്ട് എന്താണ് ജോലി അല്ലെ ഏത് തരത്തിലുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ എന്നുള്ളത് അവർ ഓഫർ ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ലെ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഓഫർ ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. സോ അവിടെ ഓരോ എംപ്ലോയിയും ഒരു ഇൻഡിവിജ്വൽ കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. In personal management, the pay is based on job evaluation. Okay, personal management ൽ നമുക്കറിയാം ജോലി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ചിലപ്പോൾ നമുക്കറിയാം ഇത്രയും കൂലി അല്ലെ കൊടുക്കണമെങ്കിൽ അവര് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെയാണ് ഇത്രയും കൂലി അല്ലെ അവിടെ ലഭ്യമാകുന്നത്. ലൈക്ക് HRM ബേസ് ഓഫ് പേ ഈസ് പെർഫോമൻസ് ഇവാലുവേഷൻ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ജോലിയെ ഇവാലുവേറ്റ് ചെയ്തിട്ടല്ല അവിടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മള് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻ കേസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ അവിടെ തീർച്ചയായിട്ടും ഒരു അവർ ആണെങ്കിലും 1 അവർ കൂടുതൽ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 1 അവറെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ട് സാലറി വേണം അല്ലെ. ആ ഒരു നിലപാടിൽ തന്നെയായിരിക്കും ഏതൊരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവർക്ക് സാലറി കൂട്ടി കൊടുക്കേണ്ട ആവശ്യം കൂടി വരും അല്ലെ. പഴയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ജോലി എവാലുവേറ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ, അഡീഷണൽ ആയിട്ട് ഇവര് വർക്ക് ചെയ്താൽ പോലും അല്ലെ കൂലി കിട്ടാത്ത ഒരു കാലഘട്ടമാണ്. In personal management, ordinary activities such as employees hiring, remunerating, training and harmony. On the contrary, human resource management focus on treating employees as a valued asset which are to be valued, used and preserved. Okay, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നതും അവരെ റെമ്യൂണറേറ്റ് ആൻഡ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് അവിടെ ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധാരണ പ്രവർത്തനമാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അതേസമയം HRM വരുമ്പോഴല്ലേ ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ എംപ്ലോയിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ HRM ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ് അവര് കൃത്യമായിട്ട് തന്നെ എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യും. അതായത് ഒരു വാല്യൂഡ് ആയിട്ടുള്ള അസറ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ആ വാല്യൂഡ് ആയിട്ടുള്ള അസറ്റിന്റെ പ്രത്യേകത എന്താ? ആ അസറ്റിന് ഇച്ചിരി മൂല്യം വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്തിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻസും അല്ലെ വർക്കിംഗ് കണ്ടീഷൻസും ഫ്രീ ബെനിഫിറ്റ്സുകളും അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സാലറി കോംപ്ലിമെന്റും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അല്ലെ അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ആ അസറ്റിനെ അല്ലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ അതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം പഴയ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുപ്പിക്കുക അവരെയൊക്കെ ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക
അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള കാര്യമൊക്കെ ആണെങ്കിൽ ഇവിടെ നവേ ഡേയ്സിൽ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. എങ്കിലാണ് അതിൽ നിന്ന് മാക്സിമം റിട്ടേൺ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ചിലപ്പോഴൊക്കെ ചില ഇതുകൾ കാണാറുണ്ട്. അതായത് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ ഡിവിഷൻ ഓഫ് വർക്ക്. The pay is based on a job evaluation, unlike HRM, where the basis of a pay is a performance evaluation. Performance evaluate ചെയ്തതിനനുസരിച്ചിട്ടാണ് പേ അവർക്ക് ലഭ്യമാകുന്നത്. അതേസമയം ജോലി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പേ ഇവിടെ അല്ലെ അവിടെ പേയ്മെന്റ് ലഭ്യമാക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഓരോ തലത്തിലുള്ള അല്ലെ കീഴുദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് അത്രയും എമൗണ്ട് അല്ലെ അതും ഇവിടെ സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാം ഈ കാലഘട്ടത്തിൽ അവര് അതും കൂടി കൃത്യമായിട്ടുള്ള കൂലി അല്ലെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അതേമാതിരി തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ഡാഷ് അല്ലെ നമുക്കറിയാവുന്നതാണ്. പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതില് ഒരു എന്താ പറയാ ഒരു കൺസെപ്റ്റിനെ കുറിച്ചും കൂടി കൃത്യമായിട്ട്, അതായത് ഹ്യൂമൻ റിസോഴ്സിന് ഇത്രയും പ്രാധാന്യം വരാനായിട്ടുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് ഈ ഒരു ഡിഫറൻസിൽ എടുത്ത് പറയുന്നത്. നമുക്കറിയാം ഒരു വാല്യൂബിൾ ആയിട്ടുള്ള അസറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ ഓരോ എംപ്ലോയീസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. അവരുടെ നല്ല പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കമ്പനിക്ക് നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇൻ കേസ് എന്താണ് മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹ്യൂമൻ ബീയിങ്ങിന്റെ ആ ഒരു പവർ അല്ലെ അതിന്റെ ഒരു ശക്തി ആവശ്യമാണ്. സോ എന്തായാലും ആ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ഓർഗനൈസേഷൻ മൂവ് ചെയ്യണമെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് അല്ലെ അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കണം. അവര് ഹാപ്പി ആണെങ്കിൽ മാത്രമാണ് അവര് മാക്സിമം എഫോർട്ടോടുകൂടി വർക്ക് ചെയ്യാൻ തയ്യാറാവുള്ളൂ. മാക്സിമം എഫോർട്ടോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമാണ് അല്ലെ ഒരു കമ്മിറ്റ്മെന്റ് ആ കമ്പനിയോട് ആ എംപ്ലോയീസിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ മാത്രമാണ് അവര് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ബോധ്യം നമുക്കറിയാം തൊഴിലുടമയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അവര് നല്ലൊരു കമ്മിറ്റ്മെന്റ് അതല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം. സോ അതിനെ കുറിച്ചിട്ട് അവര് എന്തായാലും ശാസ്ത്രീയമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈ ഒരു ഭാഗം കൂടെ നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. Because a manager of an important division of an organization, the duties are usually many and also hold great importance in the company. നമുക്കറിയാം ഒരു കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ്
അല്ലെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടികൾ തന്നെയാണ് അവിടുത്തെ മാനേജർ അല്ലെ HR മാനേജർ ഹാൻഡിൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൽ പറയണതെന്ന് നോക്കാം. ഫോളോയിങ് അതർ ഡ്യൂട്ടീസ് ഓഫ് HR മാനേജർ. ഫസ്റ്റ് വൺ, comparing and planning to make the best use of the employee talent and skill. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അവരുടെ സ്കില്ല് അല്ലെ അവരുടെ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. അവരുടെ കഴിവുകൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അല്ലെ. കമ്പയറിംഗ് ആൻഡ് പ്ലാനിങ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് എംപ്ലോയി ടാലന്റ് ആൻഡ് സ്കിൽ. അവരുടെ കഴിവുകൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ അതിനെ കുറിച്ചിട്ട് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ആ ഒരു HR ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കഴിവുകൾ അല്ലെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Then next പറയുന്നത് അഡ്മിനിസ്റ്റർ the work of support the staff and specialist of their team. Okay, നമുക്കറിയാം ആ ഒരു ടീമിന് അല്ലെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏതൊരു ടീമാണെങ്കിലും നമുക്കറിയാം ഒരു വലിയ വലിയ കമ്പനി ആണെങ്കിലും വിവിധ ഡ്യൂട്ടികളുണ്ടാവും അല്ലെ. അപ്പൊ ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടികൾ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവും. ഇൻ കേസ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആളിലേക്ക് തന്നെ നമുക്കറിയാം അവിടെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നത് മുതൽ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ അത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അല്ലെ മാർക്കറ്റിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ടൈം വരെയും അവിടെ വർക്കിംഗ് കൈകാര്യം ചെയ്തു പോകുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ. അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വിവിധ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്പെഷ്യലിസ്റ്റ് അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യുക അല്ലെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഭരണ നിർവഹണത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവര് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വർക്കിംഗ് കണ്ടീഷൻസും അവർക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ഒക്കെ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ അഡ്മിനിസ്റ്റർ ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ദെയർ ടീം. Then establishing a relationship between employee and organization management. Okay, നമുക്കറിയാം അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ ആരൊക്കെ തമ്മില് തൊഴിലാളികളും അല്ലെങ്കിൽ ആ മാനേജ്മെന്റും തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ മാനേജ്മെന്റും അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ എന്താ പ്രത്യേകത? എംപ്ലോയിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മാനേജ്മെന്റ് ലഭ്യമാക്കി കൊടുക്കണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നത് മാനേജ്മെന്റ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അവിടെ നിന്നും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നല്ല സഹകരണത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Then guiding and helping their team in recruiting and hiring employee workforce. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല വർക്കേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് അല്ലെ ഏത് വേക്കൻസികളാണെങ്കിലും നല്ല കഴിവിട്ട് വർക്കേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ അതിന് ആ ഒരു റിക്രൂട്ട്മെന്റ് നടപടികൾക്കൊക്കെ ഗൈഡൻസ് നമുക്കറിയാം. തീർച്ചയായിട്ടും എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടാണ് നല്ല അപേക്ഷകൾ അല്ലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് അപേക്ഷകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ഗൈഡിങ് ഒക്കെ കൊടുക്കുന്നതും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു HR മാനേജറാണ്. Manage and implement employee benefit programs. Okay, നമുക്കറിയാം എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് അവര് വർക്കിൽ ആത്മാർത്ഥത കാണിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പല ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്യും അല്ലെ. അവര് ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് നല്ലൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരു ടൂർ സംഘടിപ്പിക്കുക, അതല്ലെങ്കിൽ അവര് നല്ല കമ്മ്യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പോർട്സ് ഡേ ആർട്സ് ഡേ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ അത് ആഘോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. അപ്പൊ മാനസികമായിട്ട് അവർക്ക് ആ കമ്പനിയോട് ഒരു അടുപ്പം അല്ലെ ഒരു നല്ല സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആവും. അതല്ലെങ്കിൽ അവർക്ക് അല്ലെ സാലറി ഒക്കെ ഇൻ കേസ് ഫെസ്റ്റിവൽ സീസണിലൊക്കെ സാലറി ഒക്കെ കൂട്ടി കൊടുക്കുക. അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടത് അല്ലെ. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് നടപ്പാക്കി കൊണ്ടുപോകുന്നത് എന്താണ് HR മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം ഒരു വലിയ ചാപ്റ്ററുകളുണ്ട് എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ. 5th ചാപ്റ്റർ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്നൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കും.
അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ നടപ്പാക്കി കൊടുക്കുന്നത് എന്താണ് HR മാനേജർ ആണ്. Then next നോക്കുകയാണെങ്കിൽ സോൾവിങ് ആൻഡ് അവോയ്ഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് അറൈസിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗനൈസേഷനിൽ നമുക്കറിയാം എംപ്ലോയീസ് ഒരുപാട് വർക്ക് ചെയ്യുന്നവരാണ്. സോ എല്ലാവരുടെയും ക്യാരക്ടറൊക്കെ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ വരാനും തർക്കങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഇപ്പൊ ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തേണ്ടതും HR മാനേജ്മെന്റ് തന്നെ ഡ്യൂട്ടിയാണ്. കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. ഓർഗനൈസേഷന്റെ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ അത് തീർച്ചയായിട്ടും മാനേജറായിട്ട് അല്ലെ കൺസൾട്ടേഷൻ ഒക്കെ നടത്തി അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെ. കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ഇഷ്യൂസ്. ഓർഗനൈസേഷന്റെ ആ ഇഷ്യൂസുകളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെ അവരെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ മറ്റു മാനേജേഴ്സ് ഒക്കെ ആയിട്ട് ഡിസ്കഷനോ കൺസൾട്ടേഷൻ ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നത് ആര് തന്നെയാണ്? HR മാനേജേഴ്സ് ആണ്. സോ HR മാനേജേഴ്സ് നമുക്കറിയാം എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മോസ്റ്റ്ലി അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെയായിരിക്കും അവര് കൈകാര്യം ചെയ്തു പോകുന്നത്. ഒരിക്കലും തർക്കങ്ങളൊന്നും ഇല്ലാതെ ഏകോപിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയാലാണ് ഓർഗനൈസേഷന് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. പോയിന്റുകളൊന്ന് വായിച്ചു നോക്കാം. എംപ്ലോയീസിന് സാലറിയും അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനും ഒന്നും ബെറ്റർ അല്ലെങ്കിൽ അനുയോജ്യമല്ല എങ്കിൽ അവരെ ആരെയാണ് ആദ്യം അറിയിക്കുക? ആരോടായിരിക്കും ഡിസ്കസ് ചെയ്യുക? എംപ്ലോയീസ് കേസ് വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് അനുയോജ്യമായിട്ടുള്ള സാലറി ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ മോശമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരെ ആരെയാണ് ഇൻഫോം ചെയ്യുക? എവിടെയായിരിക്കും? ക്ലിയർ ആയോ? ചോദ്യം എന്താന്നുള്ളത്? ഒരു ഓർഗനൈസേഷനില് എംപ്ലോയീസ് അല്ലെ അവിടെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇൻ കേസ് എംപ്ലോയീസിന് അല്ലെ അവിടെ അറ്റ്മോസ്ഫിയർ ഒന്നും അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും ഓക്കെ അല്ല, അതല്ലെങ്കിൽ മതിയായ ട്രെയിനിങ് ഒന്നും ലഭ്യമല്ല എങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ. HR ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവര് അങ്ങനെയുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ എവിടെയായിരിക്കും കംപ്ലൈന്റ്സ് കൊടുക്കുക? HR ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റിൽ അവർ പറയുമ്പോൾ ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ അവരായിരിക്കും മാനേജ്മെന്റ് ആയിട്ട് അല്ലെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് HR ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. സോ മാനേജർ അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ എംപ്ലോയി സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഓർഗനൈസേഷൻ എന്താ എത്രത്തോളം ഗുണം കിട്ടും അതിന് വേണ്ടിയിട്ടായിരിക്കും മാക്സിമം പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് കിട്ടാത്തതുണ്ടോ? എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കറിയാവുന്നതാണ് അല്ലെ. ജസ്റ്റ് വായിച്ചു നോക്കാം. ഒക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു.